കത്തോലിക്കര് പോപ്പിനെ ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. നോക്കൂ, ദൈവമല്ലാതെ ആർക്കാണ് പാപമില്ലാത്തത്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മാർപ്പാപ്പ തെറ്റ് ചെയ്യില്ല, പാപം ചെയ്യില്ല എന്നാണ്. എന്നിട്ട് ഇൻഫാലിബിലിറ്റി എന്നാണ് അത്ര ഇവരതിനെ വിളിക്കുന്നത്. മാർപ്പാപ്പയ്ക്ക് കത്തോലിക്ക സഭയിലുള്ള സ്ഥാനത്തെക്കുറിച്ചും അപ്രമാദിത്വം അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ പരിപൂർണമായ അജ്ഞതയാണ് ഈ ചോദ്യത്തിൽ നിഴലിച്ചു കാണുന്നത്. മാർപ്പാപ്പ പാപം ചെയ്യില്ലെന്നോ ജീവിതത്തിൽ മാർപ്പാപ്പയ്ക്ക് യാതൊരു തെറ്റും സംഭവിക്കില്ല എന്നോ സഭ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. മറ്റ് ഏതൊരു കത്തോലിക്കനെയും പോലെ സ്വന്തം പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്ന വ്യക്തിയാണ് മാർപ്പാപ്പയും. ഒരിക്കലും പാപം ചെയ്യില്ല എന്നാണ് സഭയുടെ നിലപാടെങ്കിൽ പിന്നെ എന്തിനാ മാർപ്പാപ്പ പോയി കുമ്പസാരിക്കേണ്ട കാര്യം? വിശ്വാസപരവും ധാർമ്മികവുമായ കാര്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, വിശ്വാസപരമായ കാര്യങ്ങളിൽ ധാർമ്മികപരമായ കാര്യങ്ങളിൽ തർക്കങ്ങളിൽ അന്തിമ വിധി പ്രസ്താവിക്കുമ്പോൾ, എക്സ് കത്തീഡ്ര പഠനങ്ങൾ നൽകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലാൽ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കില്ല എന്നത് മാത്രമാണ് ഈ അപ്രമാദിത്വം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ് എന്ന് പറയുന്നത് പോലെയുള്ളൊരു സംഭവമാണിത്. സുപ്രീം കോടതി വിധി അന്തിമമാണ് എന്ന് കരുതി അവിടുത്തെ ജഡ്ജിമാർക്ക് ജീവിതത്തിലൊന്നും ഒരു തെറ്റും വീഴ്ചകളും സംഭവിക്കില്ല എന്നല്ലല്ലോ അർത്ഥം. സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഇരിപ്പിടത്തിൽ നിന്നും നൽകുന്ന ഔദ്യോഗികമായിട്ടുള്ള വിധി പ്രസ്താവത്തിന് മാത്രമല്ലേ ആ ഒരു വാല്യൂ ഉള്ളൂ. അതുപോലെ മാത്രമാണിതും. ക്രൈസ്തവർ മാർപ്പാപ്പയെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, മാർപ്പാപ്പയ്ക്ക് ജീവിതത്തിലൊന്നും ഒരു തെറ്റും സംഭവിക്കില്ല എന്ന് പറയുന്നുമില്ല. അതുകൊണ്ട് ഇത്തരം ബാലിശമായിട്ടുള്ള സ്ട്രോമാൻ കള്ളപ്രചാരണങ്ങൾ കൊണ്ടൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക.